യെസ്, അപ്പോൾ ഇന്നലെ നമ്മുടെ വാർത്തകൾ അത് സജീവമായത് ഈ വടക്കഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിലേക്കുള്ള കോഴ ആരോപണവുമായി ബന്ധപ്പെട്ടായിരുന്നു. ജാഫർ മാഷ് അല്ലേ? യെസ്, ജാഫർ മാഷ്. അപ്പോൾ ഈ കോഴ ആരോപണത്തിൽ ലീഗ് സ്വതന്ത്രൻ EU ജാഫറിന്റെ വാദങ്ങളൊക്കെ തള്ളിക്കളയുകയാണ് കോൺഗ്രസ്. ജാഫർ വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാതിരുന്നതും പിന്നീട് മെമ്പർ സ്ഥാനം രാജിവെച്ചതും കോഴ വാങ്ങിയതിന് തെളിവാണ് എന്നാണ് അവർ പറയുന്നത്. ജാഫർ കളവ് പറഞ്ഞ് ജനങ്ങളെ വീണ്ടും വിഡ്ഢികളാക്കാൻ ശ്രമിക്കുകയാണെന്നും ധാർമ്മികതയുണ്ടെങ്കിൽ പ്രസിഡന്റ് സ്ഥാനം CPM രാജിവെക്കണമെന്നും കോൺഗ്രസ് വരവൂർ മണ്ഡലം പ്രസിഡന്റ് AA മുസ്തഫ പറഞ്ഞു. വോട്ട് ചെയ്തിട്ട് പിന്നെ ഫോർമുലിക്കലോ കാര്യങ്ങളൊന്നുമില്ല. ഇവ അങ്ങനെ തെറ്റാണെങ്കിൽ വൈസ് പ്രസിഡന്റ് ലീഗിനും കൂടിയാണ്. പാർട്ടിയോട് സ്നേഹം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു കച്ചവടം നടത്തിയില്ല എന്നുണ്ടെങ്കിൽ ഇവ എന്തുകൊണ്ട് ലീഗിന് വന്ന് വോട്ട് ചെയ്തോടെ? പിന്നെ അവ ആദ്യം ഈ ഡീൽ ഉറപ്പിച്ചു വെച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവൻ വൈസ് പ്രസിഡന്റ് വോട്ട് ചെയ്യാതിരുന്നത്. തെറ്റ് പറ്റിയതാണെങ്കിൽ ഇവ എന്ത് ചെയ്യണം? ആദ്യത്തെ തെറ്റ് പറ്റി എനിക്ക് അന്ന് അവിടെ വെച്ച് പറഞ്ഞൂടാ. അപ്പൊ ഒരിക്കലും അത് തെറ്റല്ല, മനഃപൂർവ്വം ചെയ്തല്ല. തലേ ദിവസത്തെ അല്ലെങ്കിൽ മുന്നത്തെ പ്ലാനോട് കൂടിയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ജാഫർ വോട്ട് ചെയ്തപ്പോ CPM 8ഉം UDF 6ഉമാണ്. അപ്പൊ ജാഫർ പോയി, അവിടെ 7 ഇവിടെ 6ആണ്. അപ്പൊ ആ ഒരു മൈൻഡിലാണ് അവരണ്ട് വിട്ടയച്ചിക്കാണ്. നീ പോയിക്കോ, നീ എന്റെ ചുമതല ഇതാക്കിയില്ലേ, ഒന്ന് ഒതുങ്ങട്ടെ, പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങി വരും, നീ രാജിവെച്ചാന്നാണ് വിചാരിച്ചത്. പക്ഷെ അതിലും അവർക്ക് തെറ്റി. ഞങ്ങളിത് ഒരു കാരണവശാലും ഇത് വിട്ടുകൊടുക്കില്ല, ഇതിന്റെ ഏതറ്റം വരെ പോവും. ഇങ്ങനെ ഒരു കോഴ വാങ്ങിയിട്ട് ജയിച്ചിട്ട് ഈ സീറ്റിലിരിക്കുന്നത് വലിയ സുഖമുള്ളതല്ല എന്നുള്ളത് സ്വയം മനസ്സിലാക്കി രാജിവെക്കുക. ജനങ്ങൾ തീരുമാനിക്കട്ടെ. നടരാജ് പരശുരാമാണ് വിവരങ്ങൾ നൽകാനുള്ളത്. നടരാജ്, ഇദ്ദേഹം പറയുന്നതിൽ കാര്യമുണ്ടല്ലോ. അതായത് അദ്ദേഹം ജാഫർ ഈ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയിലേക്ക് പ്രസിഡന്റ് വോട്ടെടുപ്പ് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം പറഞ്ഞത് തനിക്ക് അബദ്ധം സംഭവിച്ചു എന്നുള്ളതാണ്. ആയിക്കോട്ടെ, സമ്മതിക്കാം. പക്ഷേ അതിനുശേഷം വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അദ്ദേഹത്തിന് അബദ്ധം സംഭവിക്കാതിരിക്കാൻ കൂടുതൽ കരുതലോടുകൂടി വോട്ടെടുപ്പിൽ പങ്കെടുക്കുകയല്ലേ വേണ്ടിയിരുന്നു. പക്ഷേ അയാൾ പങ്കെടുക്കുകയല്ലല്ലോ ചെയ്തത്. അപ്പോൾ സ്വാഭാവികമായും ഇതിൽ കോഴ ആരോപണം ശക്തമാവുകയല്ലേ? ഗുഡ് മോർണിംഗ് നൗഫൽ. അങ്ങനെ തന്നെയാണ്. കഴിഞ്ഞ ദിവസം ഏതാണ്ട് 20 മിനിറ്റോളം മാധ്യമങ്ങളോട് ജാഫർ സംസാരിച്ചപ്പോൾ പല ചോദ്യങ്ങൾക്കും വ്യക്തമായ ഉത്തരം ജാഫറിന് ഇല്ലായിരുന്നു എന്നുള്ള കാര്യം സത്യമാണ്. ഈ ചോദ്യം ഉൾപ്പെടെ നമ്മൾ ചോദിച്ചതാണ്. എന്തുകൊണ്ട് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ പങ്കെടുത്തില്ല എന്ന് ചോദിച്ചപ്പോൾ രാവിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ തനിക്ക് തെറ്റുപറ്റിയതിനു ശേഷം രൂക്ഷ വിമർശനം തനിക്ക് നേരെ ഉണ്ടായി. തന്നോട് പലരും ദേഷ്യപ്പെട്ടു, പലരും മോശമായി സംസാരിച്ചു, പലരും പല ആരോപണവും ഉന്നയിച്ചു. ഇതിൽ മനം നൊന്ത് താൻ അവിടെ നിന്നും പോവുകയായിരുന്നു എന്നുള്ള വിശദീകരണമാണ് അദ്ദേഹം നൽകുന്നത്. ഇതുൾപ്പെടെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ജാഫർ ഇന്നലെ നൽകിയ വിശദീകരണങ്ങൾ ഒന്നും തന്നെ ബലമുള്ളതല്ല എന്നുള്ളതാണ് സത്യം. ഒരു ചോദ്യത്തിനും അത്ര കൃത്യമായ മറുപടിയല്ല അദ്ദേഹം നൽകുന്നത്. ഒന്നാമത് ഗുരുതരമായ പ്രത്യാഘാതം ഉണ്ടാക്കാവുന്ന ഈ സംഭാഷണം സൗഹൃദ സംഭാഷണമായിരുന്നു എന്ന് പറഞ്ഞ അതിലൊരു ക്ലാരിറ്റി കൂടി ഇതിനിടയിൽ വരുത്തിക്കോട്ടെ. അതായത് ഇദ്ദേഹം പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മാറി വോട്ട് ചെയ്തു. അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കാനുണ്ട്. അതിനിടയിൽ കോൺഗ്രസ് നേതൃത്വവും അല്ലെങ്കിൽ UDF നേതൃത്വം ജാഫറുമായി ബന്ധപ്പെട്ടിരുന്നു. വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ താങ്കൾ എന്തായാലും എത്തണമെന്നും വോട്ട് ചെയ്യണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. ഇക്കാര്യത്തിൽ രാവിലെ തെരഞ്ഞെടുപ്പ് നടന്നതിന് ശേഷം തന്നെ ഇത് തമ്മിലൊരു തർക്കവും പ്രശ്നവും ഒക്കെ തന്നെ നേതാക്കൾക്കിടയിലൊക്കെ തന്നെ ഉരുത്തിരിഞ്ഞു വന്നിരുന്നു എന്നുള്ളതാണ് സത്യം. രാവിലെ ഇത് മാറിയപ്പോൾ തന്നെ കോൺഗ്രസ് അപകടം മണത്തിരുന്നു. ഇത് സംബന്ധിച്ച് അദ്ദേഹത്തോട് ചോദിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നു. ഇന്നലെ ചോദ്യങ്ങൾക്ക് നൽകിയ പോലെ തന്നെ തൊട്ടും തൊടാതെയുമുള്ള ഉത്തരം നൽകി അവിടെ നിന്നും പോവുകയായിരുന്നു ജാഫർ. ഉച്ചയ്ക്ക് ശേഷം അദ്ദേഹം തെരഞ്ഞെടുപ്പിന് വന്നതുമില്ല. അമളി പറ്റി എന്ന് കോൺഗ്രസ് മനസ്സിലാക്കുമ്പോഴേക്കും കാര്യങ്ങൾ കൈവിട്ട് പോയിരുന്നു എന്നുള്ളതാണ് ഇതിലെ കാര്യം. അതിനുശേഷം നമ്മളോട് ഇന്നലെ പറഞ്ഞ പോലെ തൊട്ടും തൊടാതെയുള്ള നിലപാടുകൾ മാത്രമാണ് ജാഫർ പറയുന്നത്. പൊതുമധ്യത്തിൽ നിന്നും അദ്ദേഹം മാറി നിന്നു. ആ ദിവസം മുങ്ങിയ ജാഫർ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾക്ക് മുന്നിലാണ് പൊന്തിയത്. അപ്പോൾ മാത്രമാണ് ഇത് സംബന്ധിച്ച് എന്തെങ്കിലും അദ്ദേഹത്തിന്റെ നാവിൽ നിന്നും കേൾക്കാൻ മാധ്യമങ്ങൾക്കോ കോൺഗ്രസ് പ്രവർത്തകർക്കോ UDFകാർക്കോ മറ്റോ കഴിഞ്ഞത് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിനിടയിൽ ലീഗ് അദ്ദേഹത്തിനെതിരെ നടപടി എടുത്തിരുന്നു, അദ്ദേഹത്തെ പുറത്താക്കിയിരുന്നു, അദ്ദേഹത്തെ കൊണ്ട് വാർഡ് അംഗത്വം രാജിവെപ്പിച്ചിരുന്നുള്ള കാര്യം ശരിയാണ്. അപ്പോഴും ഈ ഓഡിയോ സന്ദേശം ആ സമയങ്ങളിലൊന്നും പൊന്തി വന്നിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു സാധ്യത ആ സമയത്ത് ചോദ്യം ചെയ്യാൻ അവർക്കും കഴിഞ്ഞിരുന്നില്ല. പിന്നീടാണ് ഈ ഓഡിയോ സംഭാഷണമൊക്കെ തന്നെ പുറത്തു വരുന്നത്. എന്തായാലും ഇന്നലെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിൽ ഒന്നിനും ബലമില്ലാത്തതായിരുന്നു, പലതും പൊള്ളയായിരുന്നു എന്ന് പറയാതെ വയ്യ. കാരണം 50 ലക്ഷത്തിന്റെ കാര്യത്തിൽ സൗഹൃദ സംഭാഷണമാണെന്ന് പറയുന്നു, പണം വാങ്ങിയിട്ടില്ല, ലീഗുകാരനായി തുടരാനാണ് ആഗ്രഹം എന്നൊക്കെ പറയുമ്പോഴും
പ്രവർത്തികളൊക്കെ തന്നെ ഇതിന് വിരുദ്ധമായിരുന്നു. ഒരു ട്വിസ്റ്റ് ഉണ്ടാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. ആ ട്വിസ്റ്റ് അടുത്ത ദിവസം നടക്കുകയും ചെയ്തു. അട്ടിമറി നടന്നു എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. എന്തായാലും വലിയ പ്രതിഷേധം അദ്ദേഹം നേരിട്ടു. ഇന്നലെ മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിനിടെ കോൺഗ്രസ് പ്രവർത്തകരും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും കരിങ്കൊടിയുമായി എത്തി ബൈക്കിൽ ചാടിക്കേറി രക്ഷപ്പെടുകയായിരുന്നു ജാഫർ. പാവറട്ടി പോലീസ് സ്റ്റേഷനിലാണ് അദ്ദേഹം അഭയം പ്രാപിച്ചത്. പിന്നീട് പോലീസ് സംരക്ഷണത്തിലാണ് ഭാര്യ വീട്ടിലേക്ക് കൊണ്ടാക്കിയത്. ഇത്തരത്തിലാണ് ഇപ്പോൾ ജാഫറിന്റെ ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി എന്താണ് വടക്കാഞ്ചേരിയിൽ നടക്കാനുള്ളത് എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയം. കോൺഗ്രസ് ഇന്ന് വിവിധ പ്രതിഷേധ പരിപാടികൾ വടക്കാഞ്ചേരിയിലും പരിസരത്തുമൊക്കെ തന്നെ പദ്ധതി ഇട്ടിട്ടുണ്ട്. വിജിലൻസ് ഒരു ഭാഗത്ത് ഇക്കാര്യത്തിൽ എന്ത് നിലപാടെടുക്കുമെന്നുള്ള കാര്യം നിർണായകമാണ്. തിങ്കളാഴ്ചയോടുകൂടി അക്കാര്യത്തിലൊരു തീരുമാനം വരുമെന്ന് അറിയുന്നു. വടക്കാഞ്ചേരിയിൽ നിന്നും വിജിലൻസിന്റെ ഉദ്യോഗസ്ഥർ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. ഇനി വിജിലൻസ് ഇതിൽ കൂടുതൽ ചോദ്യം ചെയ്യലിനോ അന്വേഷണത്തിനോ തയ്യാറാകുമോ? ഈ ജാഫറും മുസ്തഫി ഉൾപ്പെടെയുള്ളവരുടെ മൊഴി ശേഖരിക്കുമോ? ഇത്തരം കാര്യങ്ങളെല്ലാം ഇനി അറിയേണ്ടതുണ്ട്. എന്തായാലും കോൺഗ്രസിന് ഒരു ഭാഗത്ത് മറ്റത്തു തലവേദന, മറ്റൊരു ഭാഗത്ത് കോൺഗ്രസ് CPM തമ്മിൽ വടക്കാഞ്ചേരിയെ സംബന്ധിച്ച് തർക്കം, ആരോപണം, പ്രത്യാരോപണം, ഇങ്ങനെ വലിയ രീതിയിലുള്ള പൊളിറ്റിക്കൽ ഡെവലപ്മെന്റുകളാണ് തൃശ്ശൂരിലുള്ളത്. എന്താണ് സംഭവിക്കാനുള്ളത് എന്നുള്ളത് ഇനി കാത്തിരുന്ന് തന്നെ കാണണം.